ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ജീവിതം നമുക്ക് പുതിയ പുതിയ വാതിലുകൾ കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ അത് തുറന്ന് മുന്നേറാൻ നാം പലപ്പോഴും വിമുഖത കാണിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ആത്മധൈര്യത്തിൻ്റെ കുറവ്, അതുവഴി പോയാൽ വിജയിക്കുമോ എന്ന ശങ്ക, എല്ലാറ്റിനുമുപരി ഒരു തരം നിസ്സംഗത. നാം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന നിർഭാഗ്യത്തെയും പ്രതികൂലമായ ജീവിതത്തെയും കുറിച്ച് വിലപിക്കേണ്ടതില്ല. ജീവിതം പെട്ടെന്ന് തന്നെ നമുക്കൊരു വഴി കാണിച്ചു തരുന്നു. നമ്മൾ ചെയ്യേണ്ടത് ആ വഴി തിരിച്ചറിയാനും അത്യുത്സാഹത്തോടെയും അതിലേറെ ആവശ്യത്തോടെയും ആ വഴിയിലൂടെ സഞ്ചരിക്കാനും കഴിയുക എന്നതാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ഇരിക്കുന്നവർക്കും വേണമെന്ന് വെച്ചാൽ ജീവിതം ആസ്വാദ്യകരമാക്കാൻ കഴിയും, ഉറപ്പാണ്. അതാണ് സവിതാ ബെൻ കൊൽസാവയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് അവർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംരംഭകരിൽ ഒരാളാണ്. അവരുടെ മോശം സാമ്പത്തിക സാഹചര്യങ്ങളും ആനുകൂല്യങ്ങളുടെ അഭാവവും മൂലം നിരാശരായി കഴിയുന്ന എല്ലാവർക്കും ഈ മഹതിയുടെ ജീവിതകഥ പ്രതീക്ഷ നൽകുന്നു. ഗുജറാത്തിലെ ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തിലാണ് സവിതാ ബെൻ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ അവളെ വിവാഹം കഴിച്ചയച്ചു. അഹമ്മദാബാദ് മുനിസിപ്പൽ ട്രാൻസ്പോർട്ട് സർവീസിൽ ബസ് കണ്ടക്ടറാണ് ഭർത്താവ്. കുടുംബം മെല്ലെ മെല്ലെ വലുതാകുന്നതോടൊപ്പം പ്രതിസന്ധികളും ഏറി വന്നു. 6 കുട്ടികൾ. ഓരോ പ്രസവത്തിനും അതിൻ്റെ അനുബന്ധ ചെലവുകളും വരുത്തിവെച്ച വലിയ കടം, അതിനു പുറമെ ഭർത്താവിൻ്റെ അനുജന്മാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പലിശക്കെടുത്ത പണത്തിൻ്റെ ബാധ്യത. ഒറ്റമുറി വീടിൻ്റെ വാടക കൊടുക്കാൻ പോലും നട്ടം തിരിഞ്ഞ അവസ്ഥ. ഭർത്താവിൻ്റെ തുച്ഛമായ വരുമാനം ഒന്നിനും തികയുമായിരുന്നില്ല. സ്വന്തമായി ഒരു വരുമാനം കൂടി ഉണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസവും രക്ഷയുമാകും. സവിതാ ബെൻ ഭർത്താവിൻ്റെ അഭിപ്രായം തിരക്കി. പക്ഷേ യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്തതിനാൽ ആരും തനിക്കൊരു ജോലി നൽകില്ലെന്ന യാഥാർത്ഥ്യം അവർ വഴിയെ മനസ്സിലാക്കി. ഇനി എന്താണ് വഴി? സവിതാ ബെന്നിൻ്റെ മാതാപിതാക്കൾക്ക് ചെറിയ തോതിൽ കൽക്കരി കച്ചവടം ഉണ്ടായിരുന്നു. അതൊരു നല്ല ആശയമായി തോന്നിയ സവിത അമ്മയെ സമീപിച്ചു. പക്ഷേ ഞങ്ങളുടെ കച്ചവടത്തിന് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന കൽക്കരി തികയുന്നില്ല, വേണമെങ്കിൽ നിനക്ക് കുറച്ച് പണം നൽകാം എന്നായിരുന്നു മാതാപിതാക്കളുടെ മറുപടി. എന്തായാലും ആ സഹായം സ്വീകരിക്കാൻ സവിതാ ബെൻ തയ്യാറായില്ല. എന്തും വരട്ടെ എന്ന് കരുതി കരിയുടെ ലോകത്തേക്ക് തന്നെ കടക്കാൻ സവിതാ ബെൻ തീരുമാനിച്ചു. അക്കാലങ്ങളിൽ അഹമ്മദാബാദിൽ ധാരാളം തുണിമില്ലുകളുണ്ട്. മിക്ക വീടുകളിലും നൂൽപ്പുണ്ട്. സവിതാ ബെൻ്റെ കുടുംബത്തിനും നൂൽപ്പുണ്ട്. ഖാദി ഭവനിൽ നിന്ന് ലഭിച്ച വലിയൊരു ചർക്ക വീട്ടിലുണ്ട്. സവിതാ ബെൻ ചർക്കയിൽ പരുത്തി നൂറ്റ് അത് മില്ലുകളിൽ വിൽപ്പന നടത്താൻ തുടങ്ങി. നൂൽക്കാൻ എല്ലാവരും സഹായിക്കും. എല്ലാ വരുമാനവും കൂടി ലഭിക്കുമ്പോൾ കുടുംബത്തിന് ബുദ്ധിമുട്ടില്ലാതെ കഴിയാമെന്നായി. തുണികൾക്ക് ധാരാളം കൽക്കരി ആവശ്യമാണ്. തങ്ങളുടെ ഉപയോഗം കഴിഞ്ഞ പാതി വെന്ത കൽക്കരി അവർ ഓപ്പൺ മാർക്കറ്റിൽ തുച്ഛമായ വിലയ്ക്ക് വിൽക്കും. കുക്കിംഗ് ഗ്യാസ് പാചകത്തിന് ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കാലത്ത് വിറകും അറക്കപ്പൊടിയും കരിയും മറ്റുമാണ് അടുക്കളയിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. തൻ്റെ വീട്ടിലെ അടുക്കളയിൽ വേണ്ട ഇന്ധനത്തിനായി താൻ നടത്തുന്ന കഷ്ടപ്പാടുകൾ അറിയാവുന്ന സവിതയുടെ കുശാഗ്ര ബുദ്ധി അതിൽ വലിയൊരു അവസരം കണ്ടെത്തി. തുണിമില്ലുകളിൽ നിന്നും പാതി വെന്ത കൽക്കരി ശേഖരിച്ച് വീടുകൾക്ക് നൽകുക. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. ഒരു കൈവണ്ടി വാടകയ്ക്കെടുത്ത് തുണിയിൽ നിന്നും ശേഖരിച്ച പാതി വെന്ത കൽക്കരിയുമായി അവർ അഹമ്മദാബാദ് തെരുവിൻ്റെ ഇടവഴികളിലൂടെ സഞ്ചരിച്ച് അത് കച്ചവടം നടത്തി. വളരെ പെട്ടെന്നാണ് കച്ചവടം പച്ച പിടിച്ചത്. അതോടെ അവർ ഒരു കൈവണ്ടി കൂടി സംഘടിപ്പിച്ചു. മൂത്ത മകനെയും കച്ചവടത്തിനായി കൂട്ടി. നാളുകൾ നീങ്ങിയപ്പോൾ ദിവസം 4 കൈവണ്ടി കൽക്കരി എന്ന നിലയ്ക്ക് വിൽപ്പന വർദ്ധിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം കൂടുതൽ നേട്ടങ്ങൾക്കായുള്ള തൻ്റെ പരിശ്രമം സവിതാ ബെൻ അവസാനിപ്പിച്ചില്ല. വീടാന്തരം കയറി ഇറങ്ങി കൽക്കരി വിറ്റുകൊണ്ട് അവർ ഉറച്ച ഉപഭോക്തൃ ബന്ധത്തിന് അടിത്തറയുണ്ടാക്കി. ഒടുവിൽ സവിതാ ബെൻ തൻ്റെ ബിസിനസ് വിപുലീകരിക്കാൻ തന്നെ തീരുമാനിക്കുകയും അങ്ങനെ ഒരു ചെറിയ കൽക്കരി കട തുറക്കുകയും ചെയ്തു. പാതി വെന്ത കൽക്കരിയുടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സവിതയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത കടന്നുകൂടി. ഈ കൽക്കരിക്ക് പകരം എന്തുകൊണ്ട് വൻതോതിൽ നല്ല കൽക്കരി വാങ്ങി അഹമ്മദാബാദിലെ ഇഷ്ടിക ചൂളകൾക്ക് വിറ്റുകൂടാ? പക്ഷേ അതിനായി തുനിഞ്ഞിറങ്ങിയപ്പോഴാണ് അവർ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. ഒരു ദളിത് യുവതിയെ വിശ്വാസത്തിലെടുക്കാൻ സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാർ തയ്യാറല്ല. കൽക്കരിക്കായി ഞങ്ങളിൽ നിന്നും വാങ്ങുന്ന പണത്തിന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? നാളെ നിങ്ങൾ കൽക്കരിയുമായി ഒളിച്ചോടിയാൽ ഞങ്ങൾ എന്തു ചെയ്യും? സവിതാ ബെൻ ഒരു അഭിമുഖത്തിൽ തൻ്റെ ഭൂതകാലം വെളിപ്പെടുത്തിയിരുന്നു. ജാതി വ്യവസ്ഥതയുടെ തീവ്രത വളരെ ശക്തമായി അനുഭവപ്പെട്ട അവസരമാണത്. പക്ഷേ ജീവിതത്തിലെ ഉയർച്ച മാത്രം സ്വപ്നം കണ്ടു നടന്ന സവിതയുടെ മുന്നിൽ പ്രപഞ്ചശക്തി അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ജൈനമതക്കാരനായ ഒരു കച്ചവടക്കാരൻ അവളുടെ തുണയ്ക്കെത്തി. തനിക്ക് കൽക്കരി വാങ്ങാൻ സർക്കാരിൽ നിന്ന് ലഭിച്ച കൽക്കരി കോട്ട മുഴുവൻ അദ്ദേഹം സവിതാ ബെന്നിന്
ഏൽപ്പിച്ചു. മാത്രമല്ല ജാതിയുടെ പേരിൽ മടിച്ചു നിന്ന മറ്റുള്ളവരുടെ കോട്ടകൾ ലഭിക്കാൻ അദ്ദേഹം സവിതയ്ക്ക് ഗ്യാരണ്ടി നൽകുകയും ചെയ്തു. അതോടെ അഹമ്മദാബാദ് റെയിൽവേ ഗുഡ്സ് യാർഡിൽ എത്തുന്ന മുഴുവൻ കൽക്കരിയുടെയും കമ്മീഷൻ ഏജന്റായി മാറി സവിതാബെൻ. അഹമ്മദാബാദിൽ നിന്നും കൽക്കരി ബിസിനസ് നടത്തുന്ന ആരുടെ വിലയേക്കാളും വളരെ കുറഞ്ഞ വിലയ്ക്കാണ് സവിതാബെൻ കൽക്കരി നൽകിയിരുന്നത്. പക്ഷേ ഒരു നിബന്ധന മാത്രം, പണം ഉടൻ കിട്ടണം. അതിനാൽ ബിസിനസ് ആവശ്യമായ മൂലധനത്തിന് കാര്യമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നില്ല. ഇഷ്ടിക ചൂളകളോടൊപ്പം അഹമ്മദാബാദിൽ ധാരാളം സെറാമിക്സ് ഫാക്ടറികളും ഉണ്ടായിരുന്നു. അവയിൽ മിക്കതിനും സവിതയാണ് കൽക്കരി നൽകിയിരുന്നത്. ഓർഡർ വിതരണവും പേയ്മെൻറ്റ് നടപടികളും നിറവേറ്റുന്നതിനായി അവർ വിവിധ ഫാക്ടറികൾ സന്ദർശിച്ചു. ആ ഫാക്ടറികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിയാൻ സവിതാബെന്നിന് അവസരം ലഭിച്ചു. ഒടുവിൽ സവിതാബെൻ സെറാമിക് ഫാക്ടറികളിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇരിക്കെയാണ് അതിലൊരു സെറാമിക്സ് ഫർണസ് ഫാക്ടറി വിൽക്കാനുണ്ടെന്ന് സവിത മനസ്സിലാക്കിയത്. അതോടെ അവരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. കപ്പുകളും പ്ലേറ്റുകളും ഉണ്ടാക്കുന്ന ആ ഫാക്ടറി വലിയ വില കൊടുക്കാതെ സവിത സ്വന്തമാക്കി. കാലക്രമേണ അവൾ വിജയത്തിൻ്റെ ഫലം ആസ്വദിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ സെറാമിക്സ് ടൈലുകളുടെ വിൽപ്പന ഗണ്യമായി വർദ്ധിക്കുന്ന സമയം. അപ്പോഴേക്കും മൂത്ത മകൻ മുകേഷ് ബിസിനസ്സിൽ അമ്മയെ സഹായിച്ചു തുടങ്ങിയിരുന്നു. സവിതാബെൻ അടുത്ത ബിസിനസ് സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കാനും തുടങ്ങി. അങ്ങനെ 1991 അഹമ്മദാബാദിനടുത്ത് സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലത്ത് സെറാമിക്സ് ടൈലുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി അവർ ആരംഭിച്ചു. 1996 ഇറ്റലിയിൽ നിന്നും അത്യാധുനിക രീതിയിലുള്ള ഒരു പ്ലാന്റ് ഇറക്കുമതി ചെയ്ത് സ്ഥാപിച്ചതോടെ അത് ഇന്ത്യയിലെ മികച്ച സെറാമിക്സ് ടൈൽ നിർമ്മാണശാലകളിൽ ഒന്നായി മാറി. ഇന്ന് ഈ സ്ഥാപനം നിരവധി രാജ്യങ്ങളിലേക്ക് സെറാമിക്സ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2000 മികച്ച ചെറുകിട വ്യവസായ സംരംഭകർക്ക് നൽകുന്ന ദേശീയ പുരസ്കാരം സവിതാബെൻ ഏറ്റുവാങ്ങി. സെറാമിക് ടൈൽ നിർമ്മാണ ബിസിനസ്സിൽ ശ്രദ്ധ ഊന്നിയതോടെ കൽക്കരിയുടെ ബിസിനസ്സും കപ്പും പ്ലേറ്റും നിർമ്മിക്കുന്ന ബിസിനസ്സും പൂർണ്ണമായും സവിതാബെൻ ഉപേക്ഷിച്ചു. കാൽനടയായി വീടാന്തരം കയറിയിറങ്ങിയ സവിതാബെൻ ഇപ്പോൾ ഔഡി, പജീറോ, BMW, മേഴ്സിഡസ് തുടങ്ങിയ ആഡംബര കാറുകൾക്കുടമയാണ്. അഹമ്മദാബാദിലെ 10 കിടപ്പുമുറിയുള്ള ഒരു പോഷ് ബംഗ്ലാവിലാണ് സവിതയും കുടുംബവും താമസിക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെറാമിക്സ് ടൈൽ നിർമ്മാണ ഫാക്ടറികളിൽ ഒന്നാണ് സ്റ്റെർലിംഗ് സെറാമിക് പ്രൈവറ്റ് ലിമിറ്റഡ്. സ്വന്തമായി ബ്രാൻഡിനോടൊപ്പം H&R ജോൺസൺ പോലുള്ള വൻകിട സെറാമിക് ടൈൽ നിർമ്മാതാക്കൾക്ക് വേണ്ടിയും സവിത ഫാക്ടറിയിൽ ടൈൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സവിതാബെന്നിൻ്റെ ജീവിതം നൽകുന്ന പാഠം എന്തെന്നോ, ഫലം എന്തുമായിക്കൊള്ളട്ടെ, വെല്ലുവിളികളെ അവസരമാക്കിയെടുക്കാൻ പരമാവധി ശ്രമിക്കുക. അമ്മ തനിക്ക് കൽക്കരി നൽകാൻ വിസമ്മതിച്ച നിമിഷം, അതാണ് സവിതാബെന്നിൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് സ്പോട്ട്. അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായാണ് അവർ കണ്ടത്. പിന്നീട് അവർ ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. സ്വന്തം മാതാപിതാക്കൾ പോലും തുണയാകുന്നില്ല എന്ന തിരിച്ചറിവ് ഈ ലോകത്തെ മറ്റൊരു കാഴ്ചപ്പാടിൽ ഇച്ഛാശക്തിയോടെ നോക്കിക്കാണാൻ സവിതാബെന്നിനെ പ്രേരിപ്പിച്ചു. നമുക്ക് വിജയിക്കാൻ അവസരവുമായി ആരും മുന്നോട്ട് വരികയില്ല. അവനവൻ്റെ തലയ്ക്ക് സ്വന്തം കൈത്തലമേ താങ്ങായുള്ളൂ എന്നതാണ് ജീവിത യാഥാർത്ഥ്യം. ആ താങ്ങ് നാം നൽകുമ്പോൾ അതിനെ തുണയ്ക്കാൻ പ്രപഞ്ചശക്തി സ്വയം പ്രത്യക്ഷമാകും. എവിടെയും വിജയമുണ്ട്. അത് കണ്ടെത്തുന്നതിലാണ് നമ്മുടെ സാമർഥ്യം പ്രകടമാക്കേണ്ടത്. ഗുഡ് ബൈ.